പത്തനംതിട്ട മുറിഞ്ഞകല്ല് വാഹനാപകടത്തിൽ മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുകയാണ്. മരിച്ച ബിജു ജോർജിന്റെ മൃതദേഹം പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ പൊതുദർശനത്തിന് വയ്ക്കും. ബിജു ആശുപത്രിയിലെ മുൻ സെക്യൂരിറ്റി ജീവനക്കാരനായിരുന്നു. കൂടൽ മുറിഞ്ഞകല്ലിൽ കാറും ശബരിമല തീർത്ഥാടകരും സഞ്ചരിച്ച ബസ് ഇടിച്ചാണ് നവദമ്പതികളടക്കം കുടുംബത്തിലെ 4 പേർ മരിച്ചത്. മൂന്ന് പേര് സ്പോട്ടിൽ മരിച്ചു എന്ന് എന്നോട് പറഞ്ഞു. ഒരു മോളും കുഴപ്പമില്ലായിരുന്നു, അങ്ങനെ മരിച്ചിട്ടില്ല. അങ്ങനെ അവർ ഉടനെ തന്നെ മുത്തൂറ്റ് ഹോസ്പിറ്റൽ, പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടെ വരുന്നതിന് വഴി വെച്ച് തന്നെ കുഞ്ഞ് മരിച്ചെന്ന് പറഞ്ഞു. അവിടെ ഉണ്ടായ സമയത്ത് തന്നെയും അവിടുന്ന് പ്രദേശവാസികൾ വിളിച്ചറിയിച്ചതിന് പ്രകാരം ഞാനിവിടെ എത്തിയപ്പോൾ 4 പേര് വണ്ടിക്കുള്ളിൽ കുടുങ്ങി കിടക്കുവാണ്. അതിൽ പെൺകുട്ടിയെ എടുക്കാൻ പറ്റുന്ന രീതിയിലായിരുന്നു. അതിന് ജീവനുണ്ടായിരുന്ന സമയത്ത് അതിനെ ഞങ്ങളെടുത്ത് ആദ്യം കോന്നി താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുവന്നു. പിന്നീട് തിരിച്ചു ചെന്നിട്ടാണ് പോലീസിൻ്റെ ഫയർഫോഴ്സിൻ്റെ സഹായത്തോടുകൂടി വാഹനം വെട്ടിപ്പൊളിച്ചാണ് 3 പേരെ എടുത്തത്. ആ 3 പേര് സംഭവ സ്ഥലത്ത് തന്നെ മരണപ്പെട്ട നിലയിലായിരുന്നു. നേരിട്ടറിയാവുന്നതാണ്. ഞങ്ങളുടെ പള്ളിയിൽ തന്നെയുള്ളതാണ്. അപ്പോൾ ഞങ്ങളുടെ ഒരു സഹോദരനെ പോലെയാണ് ഞങ്ങൾ കാണുന്നത്. ഈ കഴിഞ്ഞ 30-ാം തീയതിയാണ് കല്യാണം നടന്നത്. 15 ദിവസമേ ആയുള്ളൂ കല്യാണം കഴിഞ്ഞിട്ട്. അവർ ഹണിമൂണിന് മലേഷ്യയിൽ പോയാൽ അവരെ കളക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇവർ പപ്പന്മാരാണ് പോയത്. അങ്ങനെയാണ് പറയുന്നത്. ഇപ്പം നമ്മൾ പോസ്റ്റ്മോർട്ടത്തിനുള്ള ക്രമീകരണങ്ങളായിട്ടുണ്ട്. ഒരാളുടെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു, അടുത്ത ആളുടെ പോസ്റ്റ്മോർട്ടം നടന്നുകൊണ്ടിരിക്കുന്നു. അതിനുശേഷം ബാക്കി ഒഫീഷ്യൽ ഫോർമാലിറ്റീസ് എത്രയും തന്നെ പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ ഇപ്പോൾ സംസാരിക്കുന്നുണ്ട്. ശേഷം ബോഡി വിട്ടുകൊടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. പിന്നീട് ഞാൻ അങ്ങോട്ടേക്ക് സ്ഥലത്തേക്കൊന്ന് പോകുന്നുണ്ട്. അതിനുശേഷം പിന്നീട് നോക്കിയ ശേഷം നമുക്ക് റോഡ് സേഫ്റ്റി അതോറിറ്റിയായിട്ട് NHUമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്കൊന്ന് തീരുമാനിക്കാനുണ്ട്. ഒരു മീറ്റിംഗ് കൂടിയിട്ട് ഈ അപകടങ്ങൾ കൂടുന്ന സാഹചര്യത്തിൽ അവിടെ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം നമുക്കൊന്ന് പഠിക്കുന്നു. ഇപ്പം പ്രാഥമികമായിട്ട് ഒരു ഉറങ്ങിപ്പോയി എന്നുള്ളൊരു നിഗമനമാണ് ഉള്ളത്. പക്ഷേ എന്നിരുന്നാലും ബാക്കി പോലീസ് റിപ്പോർട്ട് കിട്ടിയ ശേഷം മാത്രമേ നമുക്ക് ഔദ്യോഗികമായിട്ട് എന്തെന്ന് കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ. ജോസി ബാബു ചേരുന്നുണ്ട്. ജോസി, 4 പേരുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായിട്ടുണ്ടോ? പൊതുദർശനം എന്ന് നേരത്തെ പറയുന്നുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി. 4 പേരുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി. മൃതദേഹം ഇവരുടെ സ്വദേശത്തെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നാളെ പൂങ്കാവ് മലങ്കര കത്തോലിക്ക പള്ളിയിൽ ഉച്ചയ്ക്ക് ശേഷം സംസ്കാരം നടക്കും. പൊതുദർശനം ഒരുമിച്ചുണ്ടാകും. ഇരു ഭവനങ്ങളിലേക്കും മൃതദേഹങ്ങൾ എത്തിക്കുമെന്നാണ് ഇപ്പോൾ ബന്ധുക്കൾ അറിയിച്ചിരിക്കുന്നത്. ധന്യ, ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ അപകടം നടന്ന മുറിഞ്ഞുകല്ലിലാണ്. മൂവാറ്റുപുഴ പുനലൂർ പാതയിലാണ് മുറിഞ്ഞുകല്ല് എന്ന പത്തനംതിട്ട ജില്ലയിൽ ഉൾപ്പെടുന്ന ഈ പ്രദേശം. ഈ ഞാനിപ്പോൾ നിൽക്കുന്ന നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഭാഗം പത്തനംതിട്ടയിൽ നിന്നും തിരുവനന്തപുരം ഭാഗത്തേക്ക് വാഹനങ്ങൾ പോകുന്ന പാതയാണ്. അയ്യപ്പ തീർത്ഥാടകരുടെ വാഹനം വന്നത് ഈ പാതയിലൂടെയാണ്. റോഡിൻ്റെ അപ്പുറത്തെ ട്രാക്ക്, ആ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം. അപ്പുറത്തെ ട്രാക്കിലൂടെയാണ് ഈ കാർ വന്നത്. കാറിൽ ആ അപ്പുറത്തെ ട്രാക്കിൽ നിന്നും ദിശ തെറ്റി ഇപ്പുറത്തെ ഈ ട്രാക്കിലേക്ക് വരികയും അയ്യപ്പ തീർത്ഥാടകരുടെ വാഹനവുമായി ഇടിക്കുകയുമായിരുന്നു. അതിൻ്റെ തൊട്ടു മുമ്പുള്ള CCTV ദൃശ്യങ്ങളിലുള്ള സമയം 4:08 ആണ്. 4:08 എന്നുള്ള സമയത്താണ് ഈ അപകടം സംഭവിച്ചതെന്നാണ് നമുക്ക് മനസ്സിലായത്. കാർ ഇവിടെ നിന്നും കൂടൽ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട്. അയ്യപ്പ തീർത്ഥാടകരുടെ വാഹനം സമീപത്ത് നിർത്തിയിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങൾ കാണുമ്പോൾ കാർ അപകടം ഉണ്ടായ സ്ഥലത്ത് ചില അവശിഷ്ടങ്ങൾ മാത്രമാണ്, കാറിൻ്റെ അവശിഷ്ടങ്ങളും ഏതാനും ചില സാധന സാമഗ്രികളും മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്തായാലും ആ അപകട സമയത്ത് ഇവിടെ ഓടിയെത്തിയ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്ത ഐസക് എന്ന ആൾ നമ്മളോടൊപ്പമുണ്ട്. ഈ അപകടം ഉണ്ടായ സമയത്ത് നടന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? എന്തൊക്കെയാണ് അപ്പോൾ ഓടി വന്നപ്പോൾ കണ്ടത്? അപകടം നടക്കുമ്പോൾ ഞാൻ വീടിൻ്റെ ഫ്രണ്ടിൽ ഗേറ്റ് തുറന്ന് ഇറങ്ങി നടക്കാൻ പോകുന്നത് സ്ഥിരമായിട്ട്. അപ്പോൾ സ്ഥിരമായിട്ട് നടക്കാനെ കൊണ്ട് ഇറങ്ങുമ്പോഴാണ് സൗണ്ട് കേൾക്കുന്നത്. അപ്പോൾ നടന്ന് റോഡിലോട്ട് ഇറങ്ങിയപ്പോൾ തന്നെ ഇവിടെ ഓൾറെഡി വണ്ടി ബ്ലോക്കായി. എൻ്റെ വീട് ഇവിടുന്ന് ഒരു 500 മീറ്റർ അപ്പുറത്ത് മാറിയാണ് വണ്ടി ബ്ലോക്ക്. അപ്പോൾ തന്നെ ഞാൻ അതിൻ്റെ കൂടെ ഓടി വരുന്നു ഇങ്ങോട്ട് വണ്ടി വരുന്നത്. അപ്പോൾ തന്നെ പോലീസ് വണ്ടി പുറകെ വന്നു. ഇവിടെ വന്നപ്പോൾ വണ്ടി കൂട്ടി ഇടിച്ച് കിടക്കുവാണ്. ഇടിച്ച് കിടക്കുമ്പം അപ്പുറത്തെ അനുവിൻ്റെ ഫാദറുടെ കൂടി പുറത്തെ ഡോർ തുറന്നു. അപ്പോൾ ലേഡീസ് ഉണ്ടായിരുന്നു. ലേഡീസിന് ചെറിയ ഞരക്കം പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ ആംബുലൻസ് നമ്മുടെ ഇവിടുന്ന് ഒരു ജംഗ്ഷനിൽ, മുറിഞ്ഞൽ ജംഗ്ഷനിൽ 300 മീറ്ററിന് ഇപ്പുറത്തുനിന്ന് ആംബുലൻസ് വന്നു. ആംബുലൻസ് ലേഡീസിനെ കയറ്റി വിട്ടു. അത് കഴിഞ്ഞുള്ളവരെ നമുക്ക് എടുക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ പോലീസ് ഉടനെ ഫയർഫോഴ്സിനെ വിളിച്ചു. ഫയർഫോഴ്സ് അവർ എക്യുപ്മെൻറ്റ് ഉപയോഗിച്ച് വണ്ടിയിൽ നിന്ന് മറ്റു ബോഡികളും കാര്യങ്ങളും എടുത്തു. ബാക്കി 3 പേർക്കും അനക്കമില്ലായിരുന്നു. ബാക്കി 3 പേരും ശരീരാവയവങ്ങളൊക്കെ ഒടിഞ്ഞതായിരുന്നു. അനക്കമൊന്നുമില്ലായിരുന്നു. അപ്പം അവരെ എടുത്തു കഴിഞ്ഞപ്പോഴാണ് വണ്ടിക്കകത്തൊരു ഫോൺ ഉണ്ടായിരുന്നു. ഫോൺ കിടന്ന് ശബ്ദം അടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഫോൺ അറ്റൻഡ് ചെയ്തു. അപ്പോൾ പെൺകുട്ടിയുടെ അമ്മയാണ് ചോദിക്കുന്നത്, മോളെ നിങ്ങൾ എവിടെ എത്തിയെന്ന് ചോദിക്കുവാണ്. അപ്പോൾ ഞാനാ പറഞ്ഞത്, ചേച്ചി ഇതുപോലെ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ട്, കാര്യമായിട്ട് ഞാൻ പറയാം, നിങ്ങൾ പത്തനംതിട്ട ഹോസ്പിറ്റലിലോട്ട് പൊക്കോ, എന്തെങ്കിലും ആവശ്യമുണ്ട് എൻ്റെ നമ്പർ കൊടുത്തിട്ട് നമ്പറിൽ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അവരോട് അങ്ങോട്ട് പൊക്കോളാൻ പറ്റി. ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ ഒന്നും പറഞ്ഞില്ല. കുറച്ച് കഴിഞ്ഞ് പിന്നെ പെൺകുട്ടിയുടെ ആംഗ്ലയാണോ ആരോ എന്നോടൊന്ന് വിളിച്ചു. അപ്പോൾ അവരോട് ഞാൻ ഇതുപോലെയാണ് പറഞ്ഞത്. അയ്യപ്പ തീർത്ഥാടകരുടെ ആളുകൾക്കൊക്കെ ഒരാൾക്ക് അങ്ങോട്ട് മുട്ടിന് മാത്രം കുറച്ച് മുറിവ് മാത്രമേ ഉള്ളൂ. മറ്റു ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അവർക്കുണ്ടായിട്ടില്ല.
അവർ പറഞ്ഞത് ഇടത്തുവശത്തേക്ക് അവർ കൂടുതൽ ചേർത്ത് നിർത്തി, പക്ഷെ കാർ ദിശ തെറ്റി വന്നു എന്നാണ് അവർ പോലീസിൽ ഇപ്പോൾ മൊഴി കൊടുത്തത്. അതിനെപ്പറ്റി നമുക്ക് കൂടുതൽ ഒന്നും പറയാൻ പറ്റത്തില്ല. അവർ ഇടിച്ച് കഴിഞ്ഞാണ് നമ്മൾ കാണുന്നത്. അവർ എങ്ങനെയാണ് രാത്രി വന്ന് സൗണ്ട് കേട്ടിട്ടാണ് ഞാൻ അവിടുന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് വരുന്നത്.